പശ്ചിമേഷ്യൻ യുദ്ധം ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. യുദ്ധഭീതി ഉയർത്തി ഇറാൻ ഇസ്രയേൽ സംഘർഷം കനക്കുന്നു. വടക്കൻ ഇസ്രയേലിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ ഇസ്രയേൽ തിരിച്ചടി നൽകി. ഇരുപക്ഷവും ഇപ്പോഴും ആക്രമണങ്ങൾ തുടരുകയാണ്. ഇസ്രയേലിനെ ലക്ഷ്യമിട്ട യമനിലെ ഹൂത്തികളും ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇസ്രയേലിനെ സഹായിക്കുന്ന രാജ്യങ്ങളുടെയും ഇസ്രയേലിന്റെ കപ്പലുകൾ ചെങ്കടലിലൂടെ പോകാൻ അനുവദിക്കുന്നതിനെതിരെ യമനിലെ ഹൂത്തികൾ അനുവദിക്കില്ല എന്നാണ് യമനിലെ ഹൂത്തികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ലോക വ്യാപാരത്തിന്റെ വലിയൊരു പങ്കും നടക്കുന്നത് സൂയിസ് കനാൽ വഴിയാണ്. ഇപ്പോൾ അവിടെ ഹൂത്തികൾ പിടിച്ചെടുത്തിരിക്കുകയാണ്. ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഒരു കപ്പലുകൾ പോലും അങ്ങോട്ടേക്ക് പോകില്ല, അതുവഴി കടത്തിവിടില്ല എന്നാണ്. ചെങ്കടലിൽ ഹൂത്തികൾ ആക്രമണം ശക്തമാക്കിയതോടെ കപ്പലുകൾ ആഫ്രിക്കൻ വൻകര ചുറ്റി സഞ്ചരിക്കേണ്ടി വരുന്നുണ്ട്. ഇത് ചരക്ക് കൂലി വർദ്ധിക്കാനും സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമാകുന്നുണ്ട്. വെടിനിർത്തലും സമാധാന നീക്കങ്ങൾക്കും ഇടെയാണ് വീണ്ടും സംഘർഷം ഉണ്ടാകുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കുമെന്നുള്ള ആശങ്കയിൽ ഇരു രാജ്യങ്ങളും ഉടൻ വെടിനിർത്തണമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കർശനമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇസ്രയേലിന് പ്രതിരോധം തീർക്കാൻ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ മധ്യധരണ്യഴിയിലും ചെങ്കടലിലും നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ടൊരു യുദ്ധത്തിലേക്ക് അമേരിക്ക നിലവിൽ താല്പര്യപ്പെടുന്നില്ല. കാര്യം കൈവിട്ടു പോവുകയാണ്. സമാധാന ചർച്ചകളൊക്കെ ഒരു വശത്ത് നടക്കുന്നതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണം ശക്തമാകുന്നത്. വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ വലിയ ആക്രമണമാണ് ഇസ്രയേലിൽ നടന്നത്. അത് ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെയായിരുന്നു ഈ ഒരു ആക്രമണം തൊടുത്തുവിട്ടത്. പ്രത്യേകിച്ച് വടക്കൻ ഇസ്രയേലിലെ വ്യോമതാവളം ആക്രമിച്ചു. എന്നാൽ ആ മിസൈലുകൾ പ്രതിരോധിച്ചു എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. അതിൽ ഒരുപാട് നാശനഷ്ടങ്ങൾ പറ്റിയതായിട്ടും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇനി തിരിച്ചടിക്കാൻ പോകരുത്, ഇറാനെ പ്രകോപിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം ഇറാൻ പറഞ്ഞൊരു ന്യായമുണ്ട്. അതായത് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ബെറൂട്ടിൽ കയറി ലെബനന്റെ തലസ്ഥാനത്ത് കയറി ആക്രമിച്ചാൽ ഞങ്ങൾ അടിക്കുമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ലെബനനിലേക്ക് നേരത്തെ തന്നെ ആക്രമണം നടത്തരുതെന്ന് പലതവണയായിട്ട് ഇറാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഒരു കാര്യം ലംഘിച്ച് ഇപ്പോൾ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഇറാൻ തിരിച്ചടിച്ചത്. അതുകൊണ്ട് തന്നെ തിരിച്ചടിക്കാൻ പോകേണ്ട എന്നാണ് വീണ്ടും ഈ ട്രംപ് പറയുന്നത്. പക്ഷേ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അത് കേൾക്കാൻ തീരെ തയ്യാറല്ല. അദ്ദേഹം അതിന് ചെവി കൊടുക്കുന്നില്ല. ഇസ്രയേലിൽ ഇറാൻ 3 നഗരങ്ങളിലാണ് ആ ഒരു ആക്രമണം നടത്തിയത്. അതായത് അവിടുത്തെ എയർബേസുകളിലേക്കാണ് ഈ ഒരു ആക്രമണം നടത്തിയത്. തബ്രീസിലെ ഇസ്ഫഹാൻ, അതുപോലെ തന്നെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാൻ, 3ഇടത്തും വലിയ രീതിയിൽ അവരുടെ ആയുധ കേന്ദ്രങ്ങൾ, മിസൈൽ ലോഞ്ചിങ് കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായിട്ടാണ് റിപ്പോർട്ടുകൾ ഉള്ളത്. എന്നാലും പരസ്പര ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ 2ാം തവണയും ഇപ്പോൾ ഇസ്രയേലിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് യമനിൽ നിന്ന് ഹൂത്തികൾ, ഇറാന്റെ പിന്തുണയുള്ള ഹൂത്തികൾ ഇസ്രയേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിട്ടിരിക്കുന്നത്. അതായത് ഹിസ്ബുള്ള തൊടുക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആക്രമണം അവിടെയും ആ വശത്തും നടക്കുന്നുണ്ട്. ഇസ്രയേലിന്റെ സൈന്യം ലെബനനിലെയും തലസ്ഥാനമായിട്ടുള്ള ബെറൂട്ടിലും നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു, നിരവധി പേർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തകളൊക്കെ ഇതിനോടകം തന്നെ വരുന്നുണ്ട്. അങ്ങനെ യുദ്ധം വ്യാപിപ്പിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി വരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യ ഒന്ന് ഇടപെട്ട് ഉടൻ തന്നെ യുദ്ധം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിൽ അവിടുത്തെ ഒമാൻ കോസ്റ്റിന് അടുത്ത് വെച്ച് ഇന്ത്യയുടെ ഒരു കപ്പലിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നു. ഹോർമുസ് കടലിടുക്കിന് സമീപം ഒമാൻ തീരത്ത് ആക്രമണത്തിനിരയായിട്ടുള്ള ചരക്ക് കപ്പലിൽ കുടുങ്ങി 24 ഇന്ത്യൻ നാവികരെ സുരക്ഷിതമായിട്ട് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഡ്രോൺ ആക്രമണത്തെ തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ കപ്പലിൽ തീപിടുത്തമുണ്ടായെങ്കിലും നാവികർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടതായിട്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഷിപ്പിംഗ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കപ്പലിൽ നിന്ന് അടിയന്തര സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് അധികൃതർ നടത്തിയ സംയോജിതമായിട്ടുള്ള ഇടപെടലാണ് വൻ ദുരന്തം ഒഴിവാക്കാൻ ഇടയായത്. കപ്പലിന്റെ എഞ്ചിൻ റൂമിലുണ്ടായ സ്ഫോടനത്തിൽ കപ്പലിന് വിള്ളൽ വീഴുകയും ഉള്ളിലേക്ക് വെള്ളം കയറി നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. സ്ഫോടനത്തിൽ കപ്പലിലെ ലൈഫ് ബോട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായിട്ട് രക്ഷാപ്രവർത്തനത്തെ ആദ്യഘട്ടത്തിൽ സങ്കീർണമാക്കിയിരുന്നു. നിലവിൽ രക്ഷപ്പെട്ട 24 നാവികരും സുരക്ഷിതരാണെന്നും അവരുടെ ക്ഷേമം ഉറപ്പാക്കാൻ പ്രാദേശിക ഏജൻസികളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും കേന്ദ്ര സർക്കാരും അറിയിച്ചിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് മാരിടൈം അധികൃതർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിലെ യുദ്ധം 100 ദിവസം പിന്നിടുമ്പോൾ ഈ ഒരു സംഭവ വികാസങ്ങളെ തുടർന്ന് എണ്ണ വില കുതിച്ചു കയറുന്നു എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ 85ന്റെ ഇടയിലൊക്കെ എത്തിയതാണ്. ഇപ്പോൾ ബാരലിന് 94-95 ആയിട്ടുണ്ട്. 100ലേക്ക് ഏകദേശം എത്തുമെന്ന്
ഉണ്ടാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. ഈ എണ്ണ വില കുതിക്കുന്നതിനോടൊപ്പം തന്നെ സ്വർണത്തിന്റെയും വിലയുടെ കാര്യത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും യുദ്ധം കനക്കുന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ബാരലിന്റെ എണ്ണ വില എന്തായാലും $95 എത്തിക്കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ അത് 100 ആകുമെന്നാണ് ഈ സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. എന്തായാലും ഇന്ധനവില ഉയരുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കും പണപ്പെരുപ്പത്തിനും കാരണമാകും. കൂടാതെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണവിലയും റെക്കോർഡുകൾ ഭേദിച്ചിരിക്കുകയാണ്. ലോകമെമ്പാടും ആശങ്ക ആണ്. മാത്രമല്ല കുവൈറ്റിലും ബഹ്റിനിലും ഇറാൻ കയറി ആക്രമിച്ചിരിക്കുന്നു. ഇത് UAE, സൗദി അറേബ്യ, അതുപോലെ തന്നെ ഒമാൻ, ഖത്തർ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടക്കും എന്നുള്ള ഭീതിയും കൂടി ഉണ്ടാക്കുകയാണ്. എന്തായാലും ഇറാൻ ഇനി അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കുമെന്നുള്ള രീതിയിൽ ഗൾഫ് രാജ്യങ്ങൾ ഭീഷണി മുഴക്കുന്നുണ്ട്. അമേരിക്കയും ഇസ്രയേലും ശ്രമിക്കുന്നത് അതാണ്. അതായത് ഈ ഒരു തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ യുദ്ധം കൈവിട്ടു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്തായാലും ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഇത്രയും വലിയ സംഘർഷങ്ങൾ നടക്കുന്ന സമയത്ത് തന്നെ ചൈനയിൽ 7 വർഷത്തിന് ശേഷം വടക്കൻ കൊറിയയുടെ ഭരണാധികാരിയായിട്ടുള്ള കിം ജോൺ സന്ദർശനം നടത്തുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. അവർ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് ഇറാൻ പശ്ചിമേഷ്യൻ സംഘർഷമാണ്. പ്രത്യേകിച്ച് പുതിയ മിസൈലുകളൊക്കെ പരീക്ഷിച്ചുകൊണ്ട് ഈ കിം ജോൺ ഉൻ ചൈനയിലേക്ക് എത്തുന്നത്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിൽ തുടരുന്ന ഈ ഒരു അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ലോകത്തെ ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ നിഴലിലേക്ക് നയിച്ചിരിക്കുകയാണ്. നയതന്ത്ര ചർച്ചകളും അന്താരാഷ്ട്ര വെടിനിർത്തൽ ശ്രമങ്ങളും പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ലോകം കണ്ടത്. ഇരു രാജ്യങ്ങളും തങ്ങളുടെ പരമാധികാരവും സൈനിക വീര്യവും തെളിയിക്കാൻ പരസ്പരം തന്ത്രപ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളെ തകർക്കുമ്പോൾ അത് തകിടം മറിക്കുന്നത് ദശാബ്ദങ്ങളായിട്ട് നിലനിൽക്കുന്ന പശ്ചിമേഷ്യൻ സമാധാനത്തെയാണ്. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർശനമായിട്ടുള്ള മുന്നറിയിപ്പുകളെ പോലും വകവെക്കാതെയാണ് ഇരുപക്ഷവും ആക്രമണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ട്, അതായത് ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് നെതന്യാഹു ഈ ഒരു ആക്രമണം നടത്തുന്നത്. യമനിലെ ഹൂത്തികളെ പോലുള്ള സായുധ ഗ്രൂപ്പുകൾ കൂടി ചെങ്കടലിൽ ഉപരോധം പ്രഖ്യാപിച്ചതോടെ ഈ ഒരു പ്രാദേശിക സംഘർഷം ഒരു ആഗോള പ്രതിസന്ധിയായിട്ട് മാറിക്കഴിഞ്ഞു. യുദ്ധം വരും ദിവസങ്ങളിലും തുടരുകയാണെങ്കിൽ ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ ഇടപെടലുകൾ പോലും ഫലപ്രദമാകാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകും. ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് മലയാളി പ്രവാസികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ആശങ്കയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്നത് പോലെ തന്നെ സാമ്പത്തികമായിട്ടും വലിയൊരു പ്രതിസന്ധി ഉണ്ടാകും. സംഘർഷം കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചാൽ അത് പ്രവാസികളുടെ സുരക്ഷയും ഇന്ത്യയിലേക്കുള്ള പണത്തിന്റെ ഒഴുക്കിനെയും സാരമായിട്ട് ബാധിക്കും. അതിനാൽ തന്നെ ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും മനുഷ്യജീവനുകളുടെയും സുരക്ഷ മുൻനിർത്തി ഇരു രാജ്യങ്ങളും എത്രയും വേഗം യുദ്ധം അവസാനിപ്പിച്ച് സമാധാന ചർച്ചകൾക്ക് തയ്യാറാകുമെന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ആര് ഈ ഒരു യുദ്ധത്തിന് അറുതി കൊണ്ടുവരും എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുകയാണ്. കാരണം യുദ്ധം അത്രത്തോളം കടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഇറാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിവെച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ലോകത്തിന് തന്നെ വലിയൊരു സമാധാനം ഉണ്ടാകാൻ സാധ്യതകൾ ഏറെയാണ്.